ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പൊടിയും കിടന്ന സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിലയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള പണത്തിന് വേണ്ടി നരേനുമായുള്ള കോൺട്രാക്ട് മാരേജിന് സമ്മതിക്കുകയാണ് കാവേരി. ഈ കാര്യം നരേനോട് പറയാനായി വീടിന് പുറത്ത് കാത്തു നിൽക്കുകയാണ്. വണ്ടിയും എടുത്ത് നരേൻ പുറത്തേക്ക് വരുമ്പോൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് കാവേരി പറയുന്നു, ഒന്ന് നിർത്തുവോ, ഒരു മിനിറ്റ്, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട്. എന്താന്ന് നരേൻ ചോദിക്കുമ്പോൾ കാവേരി പറയണേ, എനിക്ക് സംസാരിക്കാനുണ്ട്. നരേൻ ചോദിക്കുന്നു, നിനക്ക് എന്താ സംസാരിക്കാനുള്ളത്? അയാൾക്ക് വീട്ടിലിരുന്ന് തയ്ക്കണമെന്നാണോ? അതൊന്നും പറ്റില്ല, മര്യാദയ്ക്ക് വീടൊഴിഞ്ഞു പൊയ്ക്കോണം, ഇതെന്നെ വീണ്ടും പറയിപ്പിക്കരുത്. അപ്പൊ കാവേരി പറയണ, അതല്ല, നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ? ഞാൻ എന്ത് പറഞ്ഞു എന്ന് നരേൻ ചോദിക്കുമ്പോൾ കാവേരി പറയണ, കല്യാണത്തെ കുറിച്ച് പറഞ്ഞില്ലേ? വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ നരേൻ പറയണ, പറഞ്ഞു. അത് കേട്ട ഉടനെ നീ ഇറങ്ങി ഓടിയല്ലോ. എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായില്ല, എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാലും വേണ്ടെന്ന് വെച്ച് ഓടിപ്പോകുന്നു. ആരെങ്കിലും ഒരാൾ ചതിച്ചാൽ അവൻ ഫ്രോഡ് ആണെന്ന് അറിഞ്ഞിട്ടും തേടി പിടിച്ച് കല്യാണം കഴിക്കും. ഒരുത്തം വന്ന ഇങ്ങനെയാണ് കല്യാണം, എല്ലാ സത്യവും തുറന്നു പറഞ്ഞാലും ദേഷ്യം വരുന്നു. ഈ സ്ത്രീകളുടെ മനസ്സ് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ഇത് കേട്ട് സംശയത്തോടുകൂടി നരേനെ ഒന്ന് നോക്കിയിട്ട് കാവേരി പറയണ, എനിക്ക് കല്യാണത്തിന് സമ്മതമാ. ഇത് കേട്ട് നരേൻ ചോദിക്കുന്നു, സീരിയസ് ആയിട്ടാണോ പറയുന്നത്? അപ്പൊ കാവേരി പറയണ, അതെ. നിന്റെ പേരെന്താണെന്ന് നരേൻ ചോദിക്കുമ്പോൾ കാവേരി പേര് പറയുകയാണ്. അപ്പൊ നരേൻ പറയുന്നു, കാവേരി. ഇതിനു മുമ്പേ കല്യാണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇറങ്ങി ഓടിയതല്ലേ, പെട്ടെന്ന് എന്താ? കാവേരി പറയണ, അതിനുശേഷം ഞാൻ ആലോചിച്ചു, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അനിയത്തിയുടെ ഓപ്പറേഷന് വെച്ചിരുന്ന പണം കാണാതായി. അവിടെ അനിയത്തി ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക. അവളുടെ ഓപ്പറേഷൻ ഉടനെ നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ എന്റെ കയ്യിൽ പണമില്ല. നിങ്ങളല്ലേ എന്നോട് പണം തരാമെന്ന് പറഞ്ഞത്. ഇത് കേട്ട് നരേൻ പറയണ, അപ്പോ പണത്തിന് വേണ്ടി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. സൂപ്പർ. ഇത് കേട്ട് കാവേരി പറയണ, വേറൊരു സഹായം കൂടി ചെയ്യണം. അപ്പൊ നരേൻ പറയുന്നു, വീട് ഒഴിഞ്ഞു പോകാൻ പറയരുത്. അയാള് പുറത്തിരുന്ന് തയ്ക്കുന്നത് കണ്ടാൽ ഞാൻ കാണാത്ത ഭാവത്തിൽ പോകണം. അതിന് പെർമിഷൻ തരണം, അതല്ലേ? അപ്പൊ കാവേരി പറയണ, പ്ലീസ് പ്ലീസ്, അതിന് സമ്മതിക്കണം. അരികിലേക്ക് വന്ന നരേൻ പറയണ, ദേ നോക്ക്, ഇതൊരു കോൺട്രാക്ട് കല്യാണമാണ്. ഈ എഗ്രിമെന്റ് ഒക്കെ എന്താണെന്ന് അറിയാലോ അല്ലേ? അറിയാമെന്ന് കാവേരി പറയുമ്പോൾ നരേൻ പറയണ, ദേ ഞാൻ വ്യക്തമായിട്ട് പറയാം, എനിക്ക് കല്യാണത്തിനൊന്നും ഒരല്പം പോലും ഇൻട്രസ്റ്റ് ഇല്ല. എന്റെ വീട്ടില് മുത്തശ്ശി വയ്യാതിരിക്കുകയാണ്. ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ മുത്തശ്ശിയുടെ അവസ്ഥ വീണ്ടും മോശമാകും. മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയാണ് ഈ ഡ്രാമ കല്യാണം. ഈ ഡ്രാമയില് നീ അഭിനയിക്കുക മാത്രം ചെയ്താൽ മതി. എന്താ മനസ്സിലാവുന്നുണ്ടോ? ഈ എഗ്രിമെന്റിനെ കുറിച്ചൊന്നും അവരാരും അറിയണ്ട, നിന്റെ വീട്ടിലുള്ളവരും അറിയണ്ട. ഒരു വർഷം, ഈ ഒരു വർഷത്തിന് ശേഷം നിനക്ക് നിന്റെ വഴിയെ പോകാം. ഇമോഷണൽ ഡ്രാമയൊന്നും ഇവിടെ വേണ്ട. മനസ്സിലായോ? മനസ്സിലായെന്ന് കാവേരി പറയുമ്പോൾ നരേൻ പറയണ, അപ്പോ നീ തീരുമാനിച്ചു. ഇത് കേട്ട് കാവേരി പറയണ, നിങ്ങൾക്ക് നിങ്ങളുടെ മുത്തശ്ശിയുടെ കാര്യമാണ് പ്രധാനം, എനിക്ക് എന്റെ അനിയത്തിയുടെ കാര്യവും. ഇത് കേട്ട് നരേൻ പറയണ, ഗുഡ്, ദാറ്റ്സ് ഗുഡ്, നൈസ് ഡിസിഷൻ. മുറ്റത്ത് നിൽക്കുന്ന ഗായത്രി നരേനെയും കാവേരിയെയും ശ്രദ്ധിക്കുന്നുണ്ട്. കാവേരി ചോദിക്കുന്നു, ഞാൻ കല്യാണത്തിന് സമ്മതിച്ചാൽ പണം ഇന്ന് തന്നെ എനിക്ക് കിട്ടുമോ? ഇത് കേട്ട് നരേൻ പറയണ, പണം കിട്ടും, പക്ഷെ അതിനു മുമ്പ് ഞാൻ കാണിക്കുന്ന എഗ്രിമെന്റില് നീ സൈൻ ചെയ്യണം. അപ്പൊ കാവേരി പറയണ, ശരി, പക്ഷെ എനിക്ക് ഇന്ന് തന്നെ പണം വേണം. എന്റെ അനിയത്തി ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക. അപ്പൊ നരേൻ പറയണ, ശരി, എന്റെ ഓഫീസിലേക്ക് വന്ന് സൈൻ ചെയ്യ, പണം തരാം. ഇപ്പൊ സൈൻ ചെയ്യട്ടെ എന്ന് കാവേരി ചോദിക്കുമ്പോൾ നരേൻ പറയണ, നീ എപ്പോ സൈൻ ചെയ്യുന്നോ അപ്പൊ തന്നെ നിനക്ക് പണം കിട്ടും. ഇത് കേട്ട് കാവേരി പറയണ, എങ്കിൽ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ സൈൻ ചെയ്ത് തരാം. എന്റെ ഓഫീസിലേക്ക് വന്ന് സൈൻ ചെയ്ത് പണം വാങ്ങിട്ട് പോകുന്ന പറഞ്ഞു നരേൻ വണ്ടിയിലേക്ക് കയറാനായി തുടങ്ങുമ്പോൾ കാവേരി പറയുന്നു, നിങ്ങളിപ്പം ഓഫീസിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഇത് കേട്ട് കാവേരി ഒന്ന് നോക്കിയിട്ട് നരേൻ പറയണ, അഡ്രസ് തരാം, ഓഫീസിലേക്ക് വന്നാൽ മതി. അപ്പൊ കാവേരി പറയണ, പ്ലീസ്, എനിക്ക് അത്രയും സമയമൊന്നുമില്ല, എന്റെ അനിയത്തിക്ക് ക്രിട്ടിക്കലാ. നിങ്ങളിപ്പം ഓഫീസിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വരാം. ശരി വാന്ന് പറഞ്ഞ് നരേൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോൾ കാവേരി പിൻ സീറ്റിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. നരേൻ ചോദിക്കുന്നു, ഹലോ, ഞാൻ എന്താ നിന്റെ ഡ്രൈവറാണോ? വന്ന് മുന്നിൽ കയറ്. ശരി എന്ന് പറഞ്ഞ് കാവേരി ഫ്രണ്ട് സീറ്റിലേക്ക് കയറി ഇരിക്കുകയാണ്. നരേനും കാവേരിയും വണ്ടിയിൽ പോകുന്നത് കണ്ട് വിശ്വസിക്കാനാകാതെ സംശയത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് ഗായത്രി. തുടർന്ന് നരേനും കാവേരിയും ഓഫീസിലേക്ക് വരികയാണ്. ക്യാബിനിലേക്ക് വന്ന നരേൻ തന്റെ കസേരയിലേക്ക് ഇരിക്കുമ്പോൾ കാവേരി ചുറ്റും നോക്കുകയാണ്. നരേൻ കാവേരിയെ ശ്രദ്ധിക്കുന്നതേയില്ല. ഒന്ന് ആലോചിച്ച് കാവേരി അവിടേക്ക് ഇരിക്കുന്നു. അപ്പൊ നരേൻ പറയുന്നു, ദേ നോക്ക്, നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറ, ഈ കോൺട്രാക്ട് കല്യാണം നിനക്ക് ഓക്കെ അല്ലേ? എനിക്ക് ഓക്കെ ആണെന്ന് കാവേരി പറയുമ്പോൾ നരേൻ പറയണേ, ഞാൻ ഡീറ്റെയിൽ ആയി ഒരു തവണ കൂടി പറയാം. അപ്പൊ കാവേരി പറയണേ, നേരത്തെ എല്ലാം പറഞ്ഞല്ലോ, എനിക്ക് പണം വേണം. നിനക്ക് പണം എത്രയാ വേണ്ടതെന്ന് നരേൻ ചോദിക്കുമ്പോൾ കാവേരി പറയണേ, ഒരു 15 ലക്ഷം രൂപ. ഇത് കിട്ടി നരേൻ കാവേരിയെ നോക്കുമ്പോൾ കാവേരി പറയണേ, എനിക്ക് പണം കിട്ടിയാൽ മാത്രം മതി, നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം ഞാൻ ചെയ്യാം. 15 ലക്ഷം കിട്ടില്ലേ? അപ്പൊ നരേൻ പറയണ, പണം തരാം, പക്ഷേ എഗ്രിമെന്റിൽ നീ സൈൻ ചെയ്യണം. അപ്പൊ കാവേരി പറയണ, അത് നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ സൈൻ ചെയ്യാം. നരേൻ ചോദിക്കുന്നു, നിന്റെ പേരെന്തായിരുന്നു? കാവേരി പേര് പറയുമ്പോൾ എഗ്രിമെന്റ് ടൈപ്പ് ചെയ്യുകയാണ് നരേൻ. തുടർന്ന് എഗ്രിമെന്റ് മുന്നിലേക്ക് വെച്ചു കൊടുത്ത് നരേൻ പറയുന്നു, വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യ്. പണം കിട്ടില്ലെന്ന് കാവേരി ചോദിക്കുമ്പോൾ നരേൻ പറയണ, ഞാൻ പറയുന്നത് പോലെ ചെയ്യും, നീ സൈൻ ചെയ്താൽ പണം കിട്ടും. ഇത് കേട്ട് കാവേരി സൈൻ ചെയ്യാനായി തുടങ്ങുമ്പോൾ നരേൻ പറയുന്നു, ഒരു നിമിഷം, വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്താൽ മതി. അത് കുഴപ്പമില്ലാന്ന് കാവേരി പറയുമ്പോൾ നരേൻ പറയണ, സൈൻ ചെയ്തതിനു ശേഷം അതിൽ
ഇതില്ലായിരുന്നു നിങ്ങളത് പറഞ്ഞില്ലായിരുന്നു, എനിക്കത് പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യേ. അപ്പൊ കാവേരി പറയണ ഞാൻ അങ്ങനെയൊന്നും പറയില്ല, എനിക്കിപ്പം പണം വേണം. ഇത് കേട്ട് നരേൻ പറയണ പണം 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 തരാന്ന് പറഞ്ഞില്ലേ, വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യേ. അപ്പൊ കാവേരി പറയണ അതല്ല, എനിക്ക് ഹോസ്പിറ്റലിൽ പണം അടയ്ക്കേണ്ടതാണ്, അതാണ് ഞാൻ ഇപ്പൊ തന്നെ സൈൻ ചെയ്ത് തന്നിട്ട് പണം വാങ്ങി പോകാന്ന് കരുതുന്നേ. അവിടെ വന്നിരുന്നിട്ട് നരേൻ പറയണ ഇതൊരു എഗ്രിമെന്റ് മാരേജ് ആണ്, അത് മനസ്സിലായോ? രണ്ട് വീട്ടുകാരും അത് അറിയാൻ പോകുന്നില്ല, നോർമൽ കല്യാണമായിട്ടേ ഇത് നടക്കൂ. പുറത്തു നിന്ന് നോക്കുന്നവർക്ക് നോർമൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഒരു വർഷം കഴിഞ്ഞ് ഇതേ ഡേറ്റില് നമ്മൾ പിരിയും. ഒരു കാരണവശാലും റിലേഷൻഷിപ്പ് തുടരാൻ പാടില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. എന്തിനാണ് ഇതൊക്കെ എഴുതി സൈൻ വാങ്ങിക്കുന്നതെന്ന് തോന്നും. നോക്ക്, എനിക്ക് ആരെയും വലിയ വിശ്വാസമൊന്നുമില്ല, അതും ഈ റിലേഷൻഷിപ്പില് ഒട്ടും വിശ്വാസമില്ല. ഈ സ്ത്രീകളെ വിശ്വസിക്കാനേ പാടില്ല. എനിക്ക് നിങ്ങളിൽ ഒരു വിശ്വാസവും ഇല്ല. ഇതിനിടയില് ഇമോഷണൽ ഡ്രാമയും സഹതാപം നിറഞ്ഞ കഥകളും ഒന്നും ഉണ്ടാകാൻ പാടില്ല. കാവേരി പറയുന്നു ഇല്ല, ഒരു വർഷം ഒരു കല്യാണം, മറ്റുള്ളവർക്ക് വേണ്ടി. എനിക്ക് മനസ്സിലാവുന്നു, എവിടെ സൈൻ ചെയ്യേണ്ടത്? അപ്പൊ നരേൻ പറയണ എല്ലാ പേജിലും. ഇത് കേട്ട് കാവേരി ആ എഗ്രിമെന്റ് പേപ്പറിന്റെ എല്ലാ പേജിലും സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നരേൻ കാവേരിയെ തന്നെ നോക്കിയിരിക്കുന്നു. എല്ലാ പേജിലും സൈൻ ചെയ്ത് കാവേരി എഗ്രിമെന്റ് പേപ്പർ നരേന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നരേൻ അതെല്ലാം നോക്കുമ്പോൾ കാവേരി പറയുകയാണ് ഞാൻ സൈൻ ചെയ്തില്ലേ, പണം. നരേൻ ഡ്രോയറിൽ നിന്നും പണം എടുത്ത് ടേബിളിലേക്ക് വെക്കുകയാണ്. കാവേരി കണ്ണു നിറഞ്ഞ സന്തോഷത്തോടു കൂടി പണം എടുക്കാനായി തുടങ്ങുമ്പോൾ നരേൻ പറയുന്നു ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വേണം. എന്റെ വീട്ടിൽ ആർക്കും ഈ എഗ്രിമെന്റിന്റെ കാര്യം അറിയാൻ പാടില്ല. ഇത് കേട്ട് കാവേരി പറയണ ആരും അറിയില്ല, ഞാൻ പറയില്ല. ഒരു കവർ കിട്ടുവോ? ഇത് കേട്ട് നരേൻ ചുറ്റും നോക്കുകയാണ്. ശേഷം ഒരു കവർ എടുത്ത് കാവേരിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. കാവേരി പണം എടുത്ത് കവറിലേക്ക് വെക്കുമ്പോൾ നരേൻ കാവേരിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവിടെ നിന്നിട്ട് കാവേരി പറയുന്നു നിങ്ങൾ പറഞ്ഞതിനെല്ലാം ഞാൻ ശരിയെന്ന് പറഞ്ഞു. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയില്ല. നാട്ടുകാര് മോശമായിട്ടേ പറയൂ, പക്ഷെ എനിക്ക് എന്റെ അനിയത്തിയുടെ ജീവനാണ് പ്രധാനം. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യില്ലായിരുന്നു. നിങ്ങളിപ്പം എനിക്ക് ദൈവത്തിന്റെ സ്ഥാനത്താ. നന്ദി എന്ന് പറഞ്ഞ് കണ്ടു നിറഞ്ഞ നരേന്റെ മുന്നിൽ കൈകൂപ്പുകയാണ് കാവേരി. ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് കാവേരി പണവുമായി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് പണവുമായി ഹോസ്പിറ്റലിലേക്ക് വന്ന കാവേരി ചോദിക്കുന്നു അമ്മേ നിനക്ക് എങ്ങനെയുണ്ട്? അപ്പൊ ഗംഗ പറയുകയാണ് അവളുടെ അവസ്ഥ മോശമാണെന്നാ പറയുന്നത്, ശ്വാസം മുട്ടലുണ്ടെന്ന്. ഇവരാരും ഒന്നും തുറന്നു പറയുന്നില്ല. അവിടെ കൂടി വന്ന വിനീത് പറയുന്നു കാവേരി വേറെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ അവര് പറയുന്നത്, പണം അടച്ച് നീളമോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനാ പറയുന്നത്. അപ്പൊ കാവേരി ചോദിക്കണേ എന്തിന്? ഓപ്പറേഷൻ നടത്താന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ നിന്ന് പറഞ്ഞയക്കേണ്ടെന്ന് പറഞ്ഞില്ലേ? ഗംഗ ചോദിക്കുന്നു പണം അടയ്ക്കാതെ എങ്ങനെ ഓപ്പറേഷൻ നടത്താനാ? നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ച് പൊട്ടിക്കരയുകയാണ് ശാരദ. ഗംഗ പറയുന്നു നീ പണം എവിടെ പോയതാണെന്ന് പറയുന്നില്ലല്ലോ. ശാരദ ചോദിക്കുന്നു പണം കാണാനില്ലേ? അപ്പൊ കാവേരി പറയണ അമ്മേ കരയാതെ, പണം എങ്ങും പോയിട്ടില്ല, എന്റെ കയ്യിലുണ്ട്, ഞാൻ എല്ലാം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ദേ നോക്ക്, എന്റെ കയ്യിൽ പണം ഉണ്ടെന്ന് പറഞ്ഞ കാവേരി പണം എടുത്ത് കാണിക്കുകയാണ്. എങ്ങനെയെന്ന് ചോദിച്ച് വിനീത് സംശയത്തോടു കൂടി നിൽക്കുമ്പോൾ കാവേരി പറയണ ഞാൻ ഇപ്പൊ തന്നെ പോയി പണം അടയ്ക്കാം. കരഞ്ഞുകൊണ്ട് ശാരദ പറയണേ എങ്ങനെയെങ്കിലും നിളമോളെ രക്ഷിക്ക്, എനിക്ക് അത് മതി. അപ്പൊ കാവേരി പറയണ അമ്മേ നിളക്ക് ഒന്നും പറ്റില്ല, പണം ഇപ്പൊ കിട്ടിയില്ലേ, ഇപ്പൊ തന്നെ ഞാൻ പോയി പണം അടയ്ക്കാം. അങ്ങനെ കാവേരി വിനീതിനെയും കൂട്ടി റിസപ്ഷനിലേക്ക് പോവുകയാണ്. അവിടേക്ക് വന്ന ഒരു സ്റ്റാഫ് പറയുന്നു ആംബുലൻസ് റെഡി ആയിട്ടുണ്ട്, ബിൽ സെറ്റിൽ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് പോകാം. അപ്പൊ കാവേരി പറയണ നിങ്ങൾ ഓപ്പറേഷന് റെഡിയാകും മാഡം, ഞാൻ പണം കൊണ്ടുവന്നിട്ടുണ്ട്, എത്ര അടയ്ക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സ്റ്റാഫ് അങ്ങോട്ടേക്ക് മാറി നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ്. വിനീത് ചോദിക്കുന്നു എങ്ങനെയാ കാവേരി പണം കിട്ടിയത്? അപ്പൊ കാവേരി പറയണ പറയാം വിനീതേട്ടാ. അരികിലേക്ക് വന്ന സ്റ്റാഫിനോട് കാവേരി ചോദിക്കുന്നു ഇൻഫോം ചെയ്തില്ലേ, ഷിഫ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ലേ? സ്റ്റാഫ് പറയുന്നു ഓപ്പറേഷൻ നടത്താം, നിങ്ങൾ കൗണ്ടറിലേക്ക് വാ. ഡോക്ടറിനെ കാണുന്ന കാവേരി പറയുന്നു ഡോക്ടർ നിളയ്ക്ക് ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, ഞാൻ പണം കൊണ്ടുവന്നിട്ടുണ്ട് ഡോക്ടർ. ശരിയെന്ന് പറഞ്ഞ ഡോക്ടർ അവിടെ വന്ന് പോകുമ്പോൾ പണം അടയ്ക്കുകയാണ് കാവേരി. വിനീത് ചോദിക്കുന്നു കാവേരി എങ്ങനെ ഈ പണം കിട്ടിയത്? അപ്പൊ കാവേരി പറയണ വിനീതേട്ടാ ആദ്യം ഈ പ്രശ്നമൊക്കെ ഒന്ന് തീരട്ടെ, അത് കഴിഞ്ഞ് ഞാൻ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി പറയാം. തുടർന്ന് ശാരദയുടെ അരികിലേക്ക് വരുന്ന കാവേരി പറയുന്നു ദാമേ ബാക്കി പണം സൂക്ഷിച്ചു വെക്കണം, നിളയുടെ ഓപ്പറേഷൻ ഉടനെ തുടങ്ങും. ശാരദ ഭയത്തോടു കൂടി നിൽക്കുമ്പോൾ കാവേരി പറയണ അമ്മേ നിനക്ക് ഒന്നും സംഭവിക്കില്ല, പണം അടച്ചു ഓപ്പറേഷൻ നടത്താൻ പോവുകയാണെന്നല്ലേ ഞാൻ അമ്മയോട് പറഞ്ഞത്, എന്റെ മോക്ക് കുഴപ്പമൊന്നും വരില്ലല്ലോ എന്ന് ശാരദ ചോദിക്കുമ്പോൾ ഗംഗ പറയണ അമ്മ പണം അടച്ചു ഓപ്പറേഷൻ നടത്താൻ പോവുകയാണെന്നല്ലേ പറഞ്ഞത്, ഇനി ഒരു കുഴപ്പവും ഉണ്ടാകില്ല, എനിക്ക് പേടിയാകുന്നടി എന്ന് പറഞ്ഞ് ശാരദ കരയുമ്പോൾ കാവേരി പറയണ അമ്മ ധൈര്യമായിട്ടിരിക്കെ, നിനക്ക് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ അവർ ശാരദയെ ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് കാവേരി വിഷമത്തോടു കൂടി ആലോചിച്ച് നിൽക്കുമ്പോൾ ചായയുമായി അരികിലേക്ക് വന്ന വിനീത് പറയണ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാവേരി, എങ്ങനെ ഇത്ര പെട്ടെന്ന് പണവുമായി വന്നത്? ഞാൻ ചോദിച്ചിട്ടും പണത്തെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. കാവേരി ചോദിക്കണ എന്താ വിനീതേട്ട, ഞാൻ ബാങ്ക് കൊള്ളയടിച്ചെന്നാണോ വിചാരം? അപ്പൊ വിനീത് പറയണ അങ്ങനെയല്ല, ഞാനല്ലേ പണം കൊണ്ടുപോയി കളഞ്ഞത്, ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ പറ്റില്ല എന്നറിയാം, നീ എങ്ങനെയാ പണം ഏർപ്പാടാക്കിയത്, അതും ഇത്രയും പണം? ടെൻഷനോട് കൂടി ഒന്ന് ആലോചിച്ച് കാവേരി പറയുന്നു ഏർപ്പാട് ചെയ്തു വിനീതേട്ടാ. എങ്ങനെയെന്ന് വിനീത് ചോദിക്കുമ്പോൾ കാവേരി പറയണ എന്റെ ഫ്രണ്ട് വഴി പണം ഏർപ്പാട് ചെയ്തതാ, സ്കൂൾ ഗ്രൂപ്പില്ലേ അതില് സഹായിക്കണമെന്ന് പറഞ്ഞ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെയാ പണം കിട്ടിയത്. വിനീത് ചോദിക്കുന്നു എങ്ങനെ അവർക്ക് 2 ദിവസം കൊണ്ട് ആ പണം അറേഞ്ച് ചെയ്യാൻ പറ്റി? അപ്പൊ കാവേരി പറയണ അതൊക്കെ കിട്ടി വിനീതേട്ടാ, അതിൽ ഒരുത്തിയുടെ
നിധിയുടെ അമ്മാവൻ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആളാ. എല്ലാവരും കൂടി പണം ഏർപ്പാടാക്കി തന്നു. പണം കിട്ടിയില്ലേ, സമാധാനമായിട്ടിരിക്കെ. അപ്പൊ വിനീത് പറയണ ഇപ്പോഴാ സമാധാനമായത്, ഇല്ലെങ്കിൽ എന്തായേനെ. അപ്പൊ കാവേരി പറയണ കഴിഞ്ഞത് കഴിഞ്ഞു, വിനീതേട്ടൻ സമാധാനമായിട്ടിരിക്കെ, നിലയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. ശരിയെന്ന് പറഞ്ഞ വിനീത് അവിടെ വന്ന് പോകുമ്പോൾ കണ്ടു നിറങ്ങിയ കാവേരി ഓർക്കുകയാണ് നരയൻ പറഞ്ഞത്. 1 വർഷത്തിന് ശേഷം ഇതേ ഡേറ്റില് നമ്മൾ പിരിയും. ഒരു കാരണവശാലും റിലേഷൻഷിപ്പ് തുടരാൻ പാടില്ല. തുടർന്ന് കാവേരി കരഞ്ഞുകൊണ്ട് ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്